ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ അഭിഷിക്തന്മാർക്കും സുഹൃത്തുക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്ന് മുതൽ 25 ദിവസം യൂറോപ്പിലെ 12 രാജ്യങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന നിയോഗത്തിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ നീക്കിയപ്പോൾ ദൈവം അതിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുവാനിടയായി. അതിന് പ്രകാരം 12 രാജ്യങ്ങളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുവാനായി പോകുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, റോം, വത്തിക്കാൻ, ആംസ്റ്റർഡാം, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വീഡൻ എന്നീ 12 രാജ്യങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് കടന്നുപോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞാൻ ദൈവനാമത്തിൽ ചോദിക്കുന്നു. ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുന്നമേ കൊറോണ സമയത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ഒരു നിയോഗത്തിനനുസരിച്ച് ഇന്ത്യയുടെ 29 സംസ്ഥാനവും അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്ന 4 രാജ്യവും കടന്നുപോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നതിന് ശേഷം ദൈവം വിശ്വസ്തനെന്ന് എണ്ണി എന്നെ അടുത്തൊരു രാജ്യത്തേക്ക് ദൈവം പറഞ്ഞയക്കുകയാണ്. ഒരിക്കലും എൻ്റെ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ ഒരു നിവൃത്തിയുമില്ലാതിരുന്ന എന്നെ ദൈവം ഇന്നേക്ക് 19 വർഷത്തിന് മുമ്പ് വിളിച്ച് വേർതിരിക്കുമ്പോൾ ആ വിളിക്കകത്തെല്ലാം അടങ്ങിയിരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറത്തില്ല, വഴിയറമ്പിലിട്ടേച്ച് പോകത്തില്ല. വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിപ്പാൻ അവൻ സർവശക്തനാണ്. യാക്കോബിനെ വിളിച്ച ദൈവം, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം, മോശയെ വിളിച്ച് വേർതിരിച്ച ദൈവം, പത്രോസിനെ വിളിച്ച് വേർതിരിച്ച ദൈവം, പൗലൂസിനെ വിളിച്ച് വേർതിരിച്ച ദൈവം, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ നസ്രയനായ യേശുവിൻ്റെ വാഗ്ദത്തം നമ്മുടെ തലമേലുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ ദൂതുകൾ നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തുടർന്നും എൻ്റെ ഓരോ സ്ഥലങ്ങളിലെ യാത്രകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്ന സഹകരണവും പ്രാർത്ഥനയുമാണ് എന്നെ വീണ്ടും മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ ദൈവനാമത്തിൽ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ദൈവകൃപയിൽ കാത്തുകൊള്ളേണ്ടതിനും യാത്രകളിലൊന്നും ഒരു തടസ്സമുണ്ടാകാതിരിക്കാനും ഓരോ രാജ്യത്തിനകത്ത് ചെല്ലുമ്പോഴും അവിടെയെല്ലാം ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബ്ലസ് യു.